അപ്പൊ നമുക്ക് ഇന്ന് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ചെറിയ കുറച്ച് ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മളെ സിലബസിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും ഇപ്പൊ കഴിഞ്ഞ എക്സാമുകളൊക്കെ സംബന്ധിച്ചിടത്തോളം 5 മാർക്കാണ് നമുക്ക് DC മിഷൻസിന് ഉള്ളത്. അപ്പൊ അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് വരാത്ത ടോപ്പിക് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള ആ ഒരു ടെസ്റ്റിനെ കുറിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ ബേസിക് ആയിട്ട് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണ് അല്ലെ? നമുക്ക് ക്വസ്റ്റ്യൻസ് പറയാം. ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങൾ ആൻസർ കമന്റിൽ മാർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ ദ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ടെർമിനൽസ് ഓഫ് എ DC മിഷൻ ഈസ് മാർക്കഡ് B1 and B2, E1 and E2, F1 and F2 and D1 and D2. ആൻസർ ഒന്ന് പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. ഏതാ വരുന്നുണ്ടാവുക? E1 E2 അല്ലേ? ഏതാണ് വരുന്നത്? E1 and E2 ആണ് അല്ലെ? അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ഇത് നമുക്ക് വരുമ്പോൾ ആർമേച്ചർ ആണെങ്കിൽ A1 and A2 വരും. ആൻഡ് കമ്മ്യൂട്ടേറ്റിംഗ് വൈൻഡിങ് വിത്ത് 2 ടെർമിനൽസ് ആണെന്നുണ്ടെങ്കിൽ B1 ഉം B2 ആണ് വരുന്നുണ്ടാവുക. കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങിന്റെ C1 C2 ആണ് വരുന്നുണ്ടാവുക. ആൻഡ് സീരീസ് വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ D1 ഉം D2 ആണ് വരിക. ഷണ്ട് വൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ E1 ഉം E2 ആണ് വരിക. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആണെങ്കിൽ F1 ഉം F2 ആണ് വരുന്നുണ്ടാവുക കേട്ടോ. അത് പഠിച്ചു വെക്കുക. അതായത് ആ ഒരു ഓർഡറിലെല്ലാം പഠിച്ചു വെക്കുക. ഇത് കഴിഞ്ഞ ഓപ്പറേറ്റർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഏതാണ് ടെർമിനൽസ് വരുന്നുണ്ടാവുക എന്നുള്ളത്. അപ്പൊ E1 and E2 ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which method of speed control is used to obtain above normal speed in a DC series motor? കേട്ടോ, ഇതും നമ്മളെ 8/2022 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫീൽഡ് ടാപ്പിംഗ് മെത്തേഡ്, വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്, ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ് ആൻഡ് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് DC സീരീസ് മോട്ടോർ ആണ് കേട്ടോ. അപ്പൊ DC സീരീസ് മോട്ടോർ ഷണ്ടിൽ ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ് കേട്ടോ. ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ്. അപ്പൊ ഇതിലാണ് ശരിക്കും ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമുക്ക് 2 മെത്തേഡ് അവിടെ പഠിച്ചു വെക്കാനുള്ള. ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡും ഫീൽഡ് ടാപ്പിംഗ് മെത്തേഡും, അങ്ങനെ 2 മെത്തേഡാണ് വരിക കേട്ടോ. അതായത് ഈ കാണുന്ന 2 മെത്തേഡ് ഉണ്ടല്ലോ. വോൾട്ടേജ് കൺട്രോൾ നമുക്ക് ശരിക്കും നമ്മൾ ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് നമുക്ക് ഷണ്ടിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അല്ലെ? അപ്പൊ ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഫീൽഡിന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക. അതായത് നമ്മൾ ഷണ്ടിൽ പറഞ്ഞപ്പോൾ സീരീസ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുക റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. പാരലൽ ആയിട്ട് റെസിസ്റ്റൻസ് ആഡ് ചെയ്യും. ആ ആഡ് ചെയ്തിട്ട് ഫീൽഡ് റെസിസ്റ്റൻസിൽ ചേഞ്ച് വരുത്തിയിട്ട് ആ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ് മെഷർ ചെയ്യുന്ന മെത്തേഡാണ് ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എബോ നോർമൽ സ്പീഡിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ. എബോ നോർമൽ സ്പീഡിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇത് നമുക്ക് അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഫീൽഡ് ടാപ്പിംഗ് മെത്തേഡ് ആണ്. ഫീൽഡ് ടാപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? പക്ഷെ ഫീൽഡ് ടാപ്പിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് സാധാരണ നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു ശരിക്കും വോൾട്ടേജ് കൺട്രോളിങ് കൂടെയാണ് കേട്ടോ. അതായത് നമുക്ക് എന്ത് ചെയ്യാണ്, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഇതിലേക്ക് വരുന്ന വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, മാറ്റം വരുന്നുണ്ടായിരിക്കും അല്ലെ? അപ്പൊ അത് നമുക്ക് എപ്പോഴും എബോ നോർമൽ ആണ് എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല കേട്ടോ ടാപ്പിംഗിന്റെ കേസിൽ. അപ്പൊ അതും കൂടെ അതിന്റെ കൂടെ ഓർത്ത് വെക്കുക. ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് പഴയ നമ്മളെ ഫാൻഡർ റെഗുലേറ്ററിന്റെ ഒക്കെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതേ സിസ്റ്റം ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാണ്, കുറച്ച് വൈൻഡിങ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള മെത്തേഡാണ്. ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പൊ എപ്പോഴും നമ്മള് സീരീസ് മോട്ടറിന്റെ കേസിൽ എബോ നോർമൽ സ്പീഡ് ആണെങ്കിൽ ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡാണ് യൂസ് ചെയ്യുക. ആൻഡ് ബിലോ നോർമൽ സ്പീഡ് ആണെങ്കിൽ നമുക്ക് ഫീൽഡ് ടാപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എബോ നോർമൽ സ്പീഡ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഡൈവേർട്ടർ മെത്തേഡ് മാത്രമാണ് പറ്റുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ്, the insulation resistance of a DC motor is measured in. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആകെ നമുക്ക് കഴിഞ്ഞ വന്നിട്ടുള്ളൂ. 5 ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യൻ DC മിഷൻസ് എന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ മെഷർ ചെയ്യാം? ഏതാണ്? കാരണം അതിലത് ഒന്നുമില്ല, ജസ്റ്റ് നമുക്കത് ശരിക്കും ബേസിക് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? നമുക്ക് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാന്ന് പറയുന്നത് എന്താണ്? മെഗാ ഓംസ് ആണ് റേഞ്ച് വരുന്നുണ്ടാവുക കേട്ടോ. അത് DC മിഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്നും പറയാൻ പറ്റില്ല. ജനറൽ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന കാറ്റഗറി. അപ്പൊ ഈ ഒരു 3 ക്വസ്റ്റ്യൻ മാത്രമേ കഴിഞ്ഞ ഓപ്പറേറ്ററിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് അങ്ങനെ സിലബസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടൊന്നുമില്ല. കുറെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ സിലബസിനകത്ത് ഉണ്ടായിരുന്നു. സിലബസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓരോ മോഡ്യൂൾ വൈസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തൊന്നും പറയാറില്ല. കാരണം ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിലെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് മോഡ്യൂളും തേർഡ് മോഡ്യൂളും ഒക്കെ ആയപ്പോൾ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസിലൊക്കെ മാറ്റങ്ങൾ വന്നു. അപ്പൊ 5 ക്വസ്റ്റ്യൻ പറയുന്നതിന് 3 ക്വസ്റ്റ്യൻ മാത്രമേ, ഈ ക്വസ്റ്റ്യൻ അടക്കം 3 ക്വസ്റ്റ്യൻ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ
DC മെഷീൻസിന്റെ കാര്യത്തിൽ വന്നിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഇത്രയും പഠിച്ചതിൽ ഈ ക്വസ്റ്റ്യൻ ആണ് വന്നതെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എക്സാമിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. കാരണം നമുക്ക് സിലബസ് നമുക്ക് അത്രയും ഡെപ്തിൽ എല്ലാ സാധനങ്ങളും പറയുന്നുണ്ട്. ഇപ്പൊ ലോസസ് അടക്കമുള്ള എല്ലാ സാധനങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എല്ലാം ബേസിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് പോകണം. കാരണം നമുക്ക് ഓരോ മാർക്കും കൗണ്ടബിൾ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാ മാർക്കും കിട്ടുന്ന രീതിയിൽ തന്നെ എല്ലാ സാധനങ്ങളും ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, which rule is used to find the direction of induced EMF in a DC generator? Corkscrew rule, right hand palm rule, Fleming's left hand rule and Fleming's right hand rule. ഏതാ വരുന്നുണ്ടാവുക? റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, റൈറ്റ് ഹാൻഡ് റൂൾ അല്ലെ. നമ്മള് ഇത് ചോദിച്ചത് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കാൻ എപ്പോഴും നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യുക കേട്ടോ. റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കുക. ദെൻ നമ്മൾ മോട്ടറിന്റെ കേസിലേക്ക് വരുമ്പോൾ റൊട്ടേഷന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യുക കേട്ടോ. റൊട്ടേഷൻ ഡയറക്ഷൻ, അതായത് ഈ മോട്ടറിൽ വരുമ്പോൾ ഈ തമ്പിനാണ് ഇമ്പോർട്ടൻസ്. ആൻഡ് ജനറേറ്ററിൽ വരുമ്പോൾ ഏതിനാണ് ഇമ്പോർട്ടൻസ്? നമ്മുടെ കറന്റ് വരുന്ന ഈ മിഡിൽ ഫിംഗറിനാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇവിടെ തന്നിട്ടുള്ള ഈ രണ്ട് റൂൾ ഉണ്ടല്ലോ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കോർക്സ്ക്രൂ റൂൾ, റൈറ്റ് ഹാൻഡ് പാം റൂൾ അല്ലെ. ഇത് നമുക്ക് നമ്മളെ ഈ ഒരു മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട സാധനമല്ല കേട്ടോ. കോർക്സ്ക്രൂ റൂൾ ആൻഡ് റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്ന് പറയുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ശരിക്കും രണ്ട് റൂളിനും ഒരേ രണ്ട് റൂളിനും ഒരേ തന്നെയാണല്ലോ കേട്ടോ. അപ്പൊ പറഞ്ഞ പോലെ ഒരു സോളിനോയിഡ് എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ ഈ കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഇത് കേട്ടോ. സോളിനോയിഡിനേക്കാൾ കൂടുതലായിട്ട് കണ്ടക്ടർ ആണ് നമ്മൾ പറയുന്നുണ്ടാവുക കേട്ടോ. അതിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ നമ്മൾ കണ്ടക്ടർ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് അതിന്റെ പാമ്പ് അല്ലെ, റൈറ്റ് ഹാൻഡ് തമ്പ് പൊക്കി പിടിക്കാം. ഈ ചിത്രത്തിൽ റൈറ്റ് ഹാൻഡ് പിടിച്ച പോലെ തമ്പ് പൊക്കി പിടിക്കാം. ബാക്കി എല്ലാ വിരലും ആ ഒരു കണ്ടക്ടറിനെ ചുറ്റി പിടിക്കുന്ന രീതിയിൽ വെച്ചിട്ട് ആ ഒരു തമ്പിന്റെ ഡയറക്ഷൻ കറന്റ് ആയിരിക്കും. ആൻഡ് ഈ ബാക്കിയുള്ള വിരലുകൾ കേൾ ചെയ്ത് നിൽക്കുന്ന വിരലുകളുടെ ഒക്കെ ഡയറക്ഷൻ എന്തായിരിക്കും? അതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ശരിക്കും ഈ രണ്ട് റൂളും നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രണ്ട് റൂളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അത് ഇന്ന് പഠിച്ചു വെക്കുക. ഓപ്ഷൻ എയും ബിയും അത് നിങ്ങൾ പഠിക്കും. നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ ഉള്ളതാണത്. അവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ്, ദ ഗ്രേറ്റസ്റ്റ് എഡി കറന്റ് ലോസ് ഒക്യുർ ഇൻ എ DC മെഷീൻ, ഫീൽഡ്, യോക്ക്, കമ്മ്യൂട്ടേറ്റിംഗ് പോൾ ആൻഡ് ആർമേച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഏതിലാ വരുന്നുണ്ടായിരിക്കുക? എവിടെയാണ്? ആർമേച്ചർ. ഓക്കെ, ആർമേച്ചർ പോൾസിലായിരിക്കും കൂടുതൽ എഡി കറന്റ് ലോസ് വരിക കേട്ടോ. ഓക്കെ, എഡി കറന്റ് ലോസ് കൂടുതൽ എപ്പോഴും വരുന്നത് എപ്പോഴാണ്? ആർമേച്ചർ പോളുകളിലായിരിക്കും എഡി കറന്റ് ലോസ് കൂടുതലായിട്ട് വരുന്നുണ്ടാവും. What is the formula for dynamically induced EMF? BLV volt, BLV sin theta. Okay, option C ആണ് അല്ലെ. BLV sin theta volt ആണ് വരിക കേട്ടോ. What is the formula for dynamically induced EMF? ഇപ്പൊ നമ്മുടെ DC ഒക്കെ എന്താണ്? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in which of the following method the supply voltage to the separately excited DC motor is reversed? ഞാൻ ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസിലെ ഇത് നമ്മളൊരു എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് കുറവുള്ളതാണ്. പക്ഷെ നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ഒരു എക്സാമിന്, ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് ഇന്നൊരു ഡൗട്ടും കൂടി ആയിട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് എടുത്ത് പറയുന്നത്. അതായത് വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് സപ്ലൈസ് ടു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടോർ ഇസ് റിവേഴ്സ്ഡ് എന്നാണ് ചോദിച്ചത് അല്ലെ. അപ്പോൾ റിവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ റിവേഴ്സ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിന് നമ്മൾ പറയുന്നത് സാധാരണയായിട്ട് ഫോർവേഡ് പ്ലഗിങ് എന്നാണ് പറയാം കേട്ടോ. ഫോർവേഡ് പ്ലഗിങ്, അതിന്റെ ആൻസർ ഫോർവേഡ് പ്ലഗിങ് എന്നാണ്. അതായത് ആർമേച്ചർ സപ്ലൈ വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുക സ്റ്റിൽ മോട്ടോർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെ. ഫോർവേഡ് ഡയറക്ഷനിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർമേച്ചർ സപ്ലൈ വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുന്ന ആ മെത്തേഡാണ് ഫോർവേഡ് പ്ലഗിങ് എന്ന് പറയുന്നത്. ഈ ശരിക്കും പറഞ്ഞത് ട്രാക്ഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. അതായത് നമ്മൾ ഈ വണ്ടികളൊക്കെ ഇപ്പോഴത്തെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ കേസിലായി DC വെഹിക്കിൾസിന്റെ കേസിലേക്ക് നമുക്ക് വരുന്ന കൺസെപ്റ്റ് ആണ് ഈ ഫോർവേഡ് പ്ലഗിങ്, ഫോർവേഡ് മോട്ടറിങ്, ഫോർവേഡ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്, അതുപോലെ തന്നെ ഫോർവേഡ് ഡൈനാമിക് ബ്രേക്കിംഗ് എന്നൊക്കെ പറയുന്ന സംഭവം കേട്ടോ. അപ്പൊ ഫോർവേഡ് പ്ലഗിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതായത് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ നേരെ സ്റ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോട്ടറിലേക്ക് ഒരു സപ്ലൈ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ആ സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ പെട്ടെന്നാണ് ചേഞ്ച് ചെയ്യുന്നത്. റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? സ്റ്റിൽ റണ്ണിങ്ങിലായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? റിവേഴ്സ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോസിറ്റീവ് നെഗറ്റീവ് മാറിക്കൊടുക്കാം. റിവേഴ്സ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോർവേഡ് പ്ലഗിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ നേരെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീനിൽ
റിവേഴ്സ് ആയിട്ടൊരു ടോർക്ക് വരും. അതായത് ഇപ്പൊ ഇങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീനിൽ റിവേഴ്സ് ആയിട്ടൊരു ടോർക്ക് വരും. ടോർക്ക് വരുന്ന സമയത്ത് മോട്ടോർ എന്ത് ചെയ്യും, ആ ഒരു 0 പൊസിഷനിലേക്ക് എത്തും കേട്ടോ. അതായത് 0 സ്പീഡ് പൊസിഷനിലേക്ക് എത്തും, ക്വിക്ലി ആയിട്ട് 0യിലേക്ക് എത്തും അല്ലെ. ഇനി വീണ്ടും അതങ്ങനെ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ മോട്ടോർ എന്ത് ചെയ്യും, നേരെ തിരിച്ച് കറങ്ങാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അതാണ് ഫോർവേഡ് പ്ലഗിങ് എന്ന് പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് 0 സ്പീഡിൽ എത്തും, എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യും, വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കറങ്ങുന്ന മെത്തേഡിനാണ് ഫോർവേഡ് പ്ലഗിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നതും വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് സപ്ലൈ വോൾട്ടേജ് ടു സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC മോട്ടോർ റിവേഴ്സ്ഡ് എന്ന് ചോദിച്ചു അല്ലെ. റിവേഴ്സ്ഡ് എന്നാണ് കേട്ടോ, റിവേഴ്ഡ് എന്നൊക്കെ വന്നിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. റിവേഴ്സ്ഡ് എന്നാണ് വരുന്നുണ്ടാവുക. സപ്ലൈ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യാണ്, തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സമയത്ത് അല്ലെ. ഇനി ഇത് നമുക്ക് പറയുന്ന 3 വേർഡ് ഉണ്ട് അല്ലെ, മോട്ടോറിങ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആൻഡ് ഡൈനാമിക് ബ്രേക്കിംഗ്. മോട്ടോറിംഗ് എന്ന് പറയുന്നത് സാധാരണ മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ട് ഫോർവേഡ് മോട്ടോറിംഗ് എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് കേട്ടോ. സാധാരണ നമ്മൾ ആ ഒരു റൈറ്റഡ് പോസിറ്റീവ് സപ്ലൈ നെഗറ്റീവ് സപ്ലൈ കൊടുത്തിട്ട് സ്റ്റിൽ ആയിട്ട് ആ മോട്ടറിനെ അതിന്റെ ഡയറക്ഷൻ, റൊട്ടേഷൻ ഓഫ് ഡയറക്ഷൻ എങ്ങോട്ടാണോ അതേ ഡയറക്ഷനിൽ തന്നെ മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ഫോർവേഡ് മോട്ടോറിംഗ് എന്ന് പറയുന്നത്. ട്രാക്ഷൻ സിസ്റ്റത്തിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി റിവേഴ്സ് എടുക്കാൻ വേണ്ടി ഫോർവേഡ് പ്ലഗിങ് എന്ത് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഒന്നാമത്തെ ഫോർവേഡ് മോട്ടോറിംഗ് എന്ന് പറയുന്നത്. ഫോർവേഡ് മോട്ടോറിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന മെത്തേഡാണ് നമുക്ക് പറയാം. ദെൻ റീജനറേറ്റീവ് ബ്രേക്കിംഗ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ കേൾക്കുന്ന ഒരു വേർഡ് ആയിരിക്കും റീജനറേറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. റീജനറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് മോട്ടറിൽ എന്ത് ചെയ്യാണ്, റിവേഴ്സ്ലി പവർ വരുന്ന മെത്തേഡിനാണ് റീജനറേറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ, നമുക്കൊരു EV സ്കൂട്ടർ ഒക്കെ ആണെന്ന് കരുതുന്ന സമയത്ത് നമ്മൾ അത് എന്ത് ചെയ്യാണ്, റിവേഴ്സ് എടുക്കുന്ന സമയത്ത് കുറെ ഇപ്പൊ ഇതൊക്കെ വരുന്നതാണ് അല്ലെ. റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ബാറ്ററി ചാർജ് ആവും എന്നൊക്കെ. അതായത് പവർ എന്ത് ചെയ്യും, റിവേഴ്സിൽ കയറി വന്നിട്ട് റിവേഴ്സ് കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ആ പവർ യൂസ്ഫുൾ ആയിട്ട് വരുന്ന രീതിയിലേക്ക് വരുന്ന മെത്തേഡിനാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. അതായത് മോട്ടോർ നമ്മൾ എന്ത് ചെയ്യാണ്, ബാക്ക് ടു സപ്ലൈ വരുന്ന മെത്തേഡാണ് റിവേഴ്സ്ലി റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഡൈനാമിക് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ആർമേച്ചർ ടോട്ടലി ഡിസ്കണക്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഡിസ്കണക്ട് ചെയ്യുന്ന പറയുന്നത് ആർമേച്ചറിലേക്ക് ഒരു എക്സ്ട്രാ റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ട് ആർമേച്ചറിലേക്കുള്ള കറന്റിനെ ഡിസ്കണക്ട് ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ ഡിസ്കണക്ട് ചെയ്യുന്ന കറന്റ് കുറയ്ക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൈനാമിക് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ആർമേച്ചറിനെ സ്റ്റോപ്പ് ചെയ്യിക്കുന്ന മെത്തേഡ്, അതാണ് ഡൈനാമിക് ബ്രേക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ 3 ഒരു ട്രാക്ഷൻ സിസ്റ്റം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 മെത്തേഡുകൾ കേട്ടോ. ഫോർവേഡ് മോട്ടറിംഗ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്, ഫോർവേഡ് പ്ലഗിംഗ് എന്ന് പറയുന്നത് റിവേഴ്സ്ലി വരുന്ന മെത്തേഡ്, അതായത് സപ്ലൈ റിവേഴ്സ് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗും പ്ലഗിങ്ങും തമ്മിൽ മാറിപ്പോയത് കേട്ടോ. പ്ലഗിംഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് സപ്ലൈ മാറ്റി കൊടുക്കുക ചെയ്യുന്നത്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് മോട്ടോറിലേക്ക് അങ്ങോട്ടാണ് സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ആ മോട്ടോറിന് തിരിച്ച് സപ്ലൈ ഇങ്ങോട്ട് വരുന്ന പ്രോസസ്സിനെയാണ് കേട്ടോ. അതായത് സപ്ലൈ സൈഡിലേക്ക് വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആയിട്ട് പറയുന്നത്. ഡൈനാമിക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആർമേച്ചറിലേക്ക് ഒരു എക്സ്ട്രാ റെസിസ്റ്റൻസ് കൊടുത്തിട്ട് ആർമേച്ചറിലേക്കുള്ള കറന്റ് 0 ആക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർവേഡ് ബ്രേക്കിംഗ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുന്നതായിരുന്നു. ആരോ കഴിഞ്ഞ ഇതിൽ ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവുന്നതായിരുന്നു അല്ലെ. ഈ പറയുന്ന 3 സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ വലിയൊരു ഇമ്പോർട്ടൻസ് ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ. നമ്മളെ സിലബസിനകത്തൊന്നും പറയുന്ന കാര്യമല്ല. പക്ഷെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, മാറി തിരിഞ്ഞ് വരാനുള്ളൂ. നമുക്ക് ആകെ 5 ക്വസ്റ്റിനെ ഇടാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയൊന്നും ഡെപ്തിലേക്ക് പോകാൻ ചാൻസ് വളരെ കുറവാണ്. സാറേ റീജനറേറ്റീവ് ബ്രേക്കിംഗ് മോട്ടറിനെ ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നല്ലേ? അതന്നെ. അതായത് സപ്ലൈ തിരിച്ചു വരാം, സോഴ്സ് സൈഡിലേക്ക് സപ്ലൈ വരാം. മോട്ടറിനെ ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ മോട്ടറിന് എന്തെങ്കിലും പ്രൈം മൂവർ മെത്തേഡ് കിട്ടണം. അതായത് മോട്ടർ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാണ്, അവിടെ ജനറേഷൻ നടക്കും. ജനറേഷൻ നടന്നിട്ട് സോഴ്സ് സൈഡിലേക്ക് സപ്ലൈ തിരിച്ച് എന്ത് ചെയ്യും, വരും. ബാറ്ററി സൈഡിലേക്ക് തന്നെ സപ്ലൈ തിരിച്ചു വരുന്ന മെത്തേഡ്. ബാറ്ററി എന്നല്ല, നമ്മളെ സോഴ്സ് എന്താണോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സൈഡിലേക്ക് തന്നെ സപ്ലൈ തിരിച്ചു വരുന്ന മെത്തേഡ് കേട്ടോ. മനസ്സിലായി? അത് തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ തന്നെയാണ് സംഭവം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലെ. മോട്ടറിങ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ്, ഡൈനാമിക് ബ്രേക്കിംഗ് ആൻഡ് പ്ലഗിംഗ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DC മെഷീൻ യോക്ക് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, മെറ്റീരിയൽ വൈസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാസ്റ്റ് സ്റ്റീല്, സോഫ്റ്റ് അയൺ, സിലിക്കൺ സ്റ്റീല് ആൻഡ് നൺ ഓഫ് ദ എബവ്. ഏതാ വരുന്നുണ്ടാവുക? ഓപ്ഷൻ എ, കാസ്റ്റ് സ്റ്റീൽ. കാസ്റ്റ് സ്റ്റീൽ അല്ലെ. ഓക്കെ, അത് നിങ്ങൾ നോക്കി വെക്കുക. ടേബിൾ നോട്ട് ചെയ്യുമ്പോൾ തരാം. നിങ്ങളടുത്ത് ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ടേബിളൈസ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ബോഡി യോക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കാസ്റ്റ് അയൺ, കുറച്ചും കൂടി ലാർജ് മെഷീൻസ് കൂടുതലാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത് കാസ്റ്റ് സ്റ്റീൽ തന്നെയാണ് കേട്ടോ. കാസ്റ്റ് അയൺ എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ കുറവാണ് വരാറുള്ളത്. ലാർജ് മെഷീൻസ് എന്നുള്ള കേസിൽ തന്നെയാണ് ചോദിക്കാറുള്ളത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാർജ് മെഷീൻ എടുത്ത് ചോദിച്ചിട്ട്
ഈ കാസ്റ്റ് അയണും കാസ്റ്റ് സ്റ്റീലും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 ഓപ്ഷൻ വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ടേബിൾസിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായത്. അതും കൂടി നോക്കി വെക്കുക. പിന്നെ പോൾ സ്കോർ ആൻഡ് പോൾ ഷൂസ് ആണെങ്കിൽ കാസ്റ്റ് സ്റ്റീലാണ്. ഇവിടെ ഉണ്ട് ഒരു കാര്യം, ഈ പോള് ഷൂയുടെ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ കാസ്റ്റ് സ്റ്റീൽ എന്ന് പറയുന്ന പകരം സിലിക്കൺ സ്റ്റീൽ, ലാമിനേറ്റഡ് സ്റ്റീലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോറൊന്നും അങ്ങനെ നമ്മൾ ലാമിനേഷൻ യൂസ് ചെയ്യുന്നില്ല. മോഡേൺ മെഷീൻസിലൊക്കെ ലാമിനേഷൻസ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും ഈ കോറിന്റെ ഭാഗത്ത് നമ്മൾ ലാമിനേഷൻസ് കുറവാണ്. ഷൂയുടെ ഭാഗത്ത് മാത്രമാണ് ലാമിനേറ്റഡ് ആയിട്ടുള്ള സ്റ്റീൽ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് ഒരു ഡിഫറെന്റ് ആണ്. പക്ഷെ മോഡേൺ മെഷീൻസിലൊക്കെ അതും മാറ്റം വന്നിട്ടുണ്ട്. എല്ലാം ലാമിനേറ്റഡ് ആയിട്ട് തന്നെ യൂസ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇത് കാരണം പഴയ ഒരു പ്രീവിയസ് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ടേബിൾ ഇവിടെ, ഈ ഒരു ടേബിൾ മൊത്തം പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള വേർഡുകൾ വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പൊ റോൾഡ് സ്റ്റീൽ PS ചോദിച്ചതാണ്, കാസ്റ്റ് സ്റ്റീൽ ചോദിച്ചതാണ്, കാസ്റ്റ് അയൺ ചോദിച്ചതാണ്. ഈ കാസ്റ്റ് അയൺ ചോദിച്ചാൽ ചോദ്യമായിട്ട് വന്നിട്ടില്ല. അവിടെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് ലാർജ് മെഷീൻസിൽ യൂസ് ചെയ്യുന്നത് ഏതാണ് എന്ന് ചോദിച്ചു. കാസ്റ്റ് അയണും കാസ്റ്റ് സ്റ്റീലും ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ കാസ്റ്റ് സ്റ്റീലാണ് അതിനകത്തുള്ള കറക്റ്റ് ആൻസർ. കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് സ്മാൾ മെഷീൻസിന് വേണ്ടിയിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ആർമേച്ചർ കോർ എപ്പോഴും ലാമിനേറ്റഡ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സിലിക്കൺ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. സിലിക്കൺ സ്റ്റീലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ കമ്മ്യൂട്ടേറ്റർ ഹാർഡ് ഓൺ കോപ്പർ അല്ലെങ്കിൽ ഹാർഡ് ഓൺ കോപ്പർ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ബ്രഷ് സ്മാൾ മെഷീൻസിന്റെ കേസിൽ കാർബൺ അല്ലെങ്കിൽ കോപ്പർ ബ്രഷസ് യൂസ് ചെയ്യും. ലാർജ് മെഷീൻസിന്റെ കേസിൽ ഇലക്ട്രോഗ്രാഫൈറ്റ് യൂസ് ചെയ്യും. അപ്പൊ അതും ഇതുള്ളതാണ്. സാധാരണ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ, കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഇലക്ട്രോഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇലക്ട്രോഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ലാർജ് മെഷീൻസിൽ മാത്രമേ ഇലക്ട്രോഗ്രാഫൈറ്റ് യൂസ് ചെയ്യുള്ളൂ. അല്ലാതെയുള്ള മെഷീൻസിലൊക്കെ കാർബൺ അല്ലെങ്കിൽ കോപ്പർ ആണ് യൂസ് ചെയ്യുക അല്ലെ. കോപ്പർ ആണ് സാധാരണ. കാർബണിന്റെ കേസിലൊക്കെ സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. അത് ടേബിൾ നന്നായിട്ട് ഇതാക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് എ പോൾ ഷൂ ഇൻ എ DC മെഷീൻ ഈസ് ടു ഇൻക്രീസ് ദ field winding resistance, to decrease the field winding resistance, to increase the armature winding resistance and uniform distribution of flux. ഏതാ വരുന്നുണ്ടാവുക? Option D, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലക്സ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലക്സ് അല്ലെ. കാരണം നമ്മൾ പോൾ ഷൂസ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ യൂണിഫോം എയർ ഗ്യാപ്പ്, യൂണിഫോം ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് അല്ലെ. നെക്സ്റ്റ്, the rheostatic speed control method of DC machine is very economical, efficient and suitable for rapidly changing loads, suitable for getting speeds above the normal. ഇതിൽ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? unsuitable for rapidly changing loads. Unsuitable for rapidly changing loads. അതായത് റിയോസ്റ്റാറ്റിക് സ്പീഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് ആണ്. ഒരിക്കലും എക്കണോമിക്കൽ അല്ല. കാരണം നമുക്കറിയാലോ വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ്. അവിടെ തന്നെ അതെന്താണ്, പവർ വേസ്റ്റേജ് ഉണ്ടാവുന്നതാണ് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എഫിഷ്യന്റ്, നോട്ട് എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അത് നോട്ട് എഫിഷ്യന്റ് ആണ്. രണ്ടും നോട്ട് എക്കണോമിക്കൽ ആൻഡ് നോട്ട് എഫിഷ്യന്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് പറഞ്ഞത് നോർമൽ സ്പീഡിൽ എന്ത് ചെയ്യില്ല, എബോ നമുക്ക് ഒരിക്കലും കിട്ടൂല. സൂട്ടബിൾ ഫോർ ഗെറ്റിംഗ് സ്പീഡ് എബോ നോർമൽ സ്പീഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരിക്കലും കിട്ടൂല. പിന്നെ നമുക്ക് അവിടെ പറ്റുന്ന എന്തുള്ളൂ, അല്ലെങ്കിൽ അൺസ്യൂട്ടബിൾ ഫോർ റാപ്പിഡ്ലി ചേഞ്ചിങ് ലോഡ്സ്. റാപ്പിഡ്ലി ചേഞ്ചിങ് ലോഡ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സ്പീഡ് റെഗുലേഷൻ വളരെ പൂർ ആയിട്ടുള്ള ഒരു സ്പീഡ് റെഗുലേഷൻ ആണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റാപ്പിഡ്ലി ചേഞ്ചിങ് ലോഡ്സിൽ അത് യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ അതാണ് ശരിക്കും ആൻസർ ആയിട്ട് വരിക, അൺസ്യൂട്ടബിൾ ഫോർ റാപ്പിഡ്ലി ചേഞ്ചിങ് ലോഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും അല്ലെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ റിയോസ്റ്റാറ്റിക് കൺട്രോൾ നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. റിയോസ്റ്റാറ്റിക് കൺട്രോൾ എന്ന് പറയുന്ന ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, 220 വോൾട്ടേജ് കൊടുക്കുന്ന ആർമേച്ചറിലേക്ക് അത്രയും വോൾട്ടേജ് എത്താതിരിക്കുക. അപ്പൊ ആർമേച്ചറിൽ എന്ത് ചെയ്യാണ്, നമ്മളൊരു റെസിസ്റ്റൻസ് ആഡ് ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡ് എന്ന് പറയുന്നതും ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ ഈ റിയോസ്റ്റാറ്റിക് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർമേച്ചറിൽ ഡയറക്റ്റ് ആയിട്ട് ആർമേച്ചറിന് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് ആയി. അല്ല സപ്ലൈ സൈഡിലേക്ക് കൊടുക്കുക, ഫീൽഡിനും കൂടി കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്കും ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ വോൾട്ടേജ് അതിലേക്ക് കിട്ടാതെ നിൽക്കുന്ന രീതിയിലേക്ക് ആയിട്ട് വരും. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രധാനമായിട്ട് നമ്മൾ പറയാം വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് വോൾട്ടേജ് ആയിട്ട് തന്നെ പറയാം, ആർമേച്ചറിന്റെ സൈഡിലേക്ക് വരാതെ. മറ്റേതാണ് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് ആയിട്ടും പറയാം കേട്ടോ. അപ്പൊ ഇന്ന് റിയോസ്റ്റാറ്റിക് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് വോൾട്ടേജ് കൺട്രോൾ മെത്തേഡിന്റെ കൺസെപ്റ്റിൽ എടുത്താൽ മതി. മറ്റേ എപ്പോഴും ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് എന്നുള്ള പേര് തന്നെയാണ് പറയാറുള്ളത്. നെക്സ്റ്റ്, in DC machine the armature winding is placed on rotor to reduce the armature reaction, facilitate commutation, save iron and reduce losses. അല്ലെ, ഏതാ വരുന്നുണ്ടായിരിക്കാം, DC machine
DC മെഷീനിൽ എന്തിനാ ആർമേച്ചർ വൈൻഡിങ്? നമ്മളത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർമേച്ചർ വൈൻഡിങ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റോട്ടർ സൈഡിൽ കണക്ട് ചെയ്യുന്നത്? Facilitate. ഓക്കെ, ഓപ്ഷൻ ബി കേട്ടോ, ഫെസിലിറ്റേറ്റ് കമ്മ്യൂട്ടേഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? ആർമേച്ചർ ഡെവലപ്പ് ചെയ്യുന്നത് AC അല്ലേ? ഈ ACനെ നമുക്ക് എന്തായി കിട്ടണം? DC മെഷീൻ ആകുമ്പോൾ ജനറേറ്റർ ആണെങ്കിൽ DC ആയിട്ട് കിട്ടണം അല്ലെ? അപ്പൊ ആ DC ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂട്ടേഷൻ എന്ത് ചെയ്യണം? നടക്കണം. കമ്മ്യൂട്ടേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അത് മെക്കാനിക്കലി ആ ഒരു കമ്മ്യൂട്ടേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ അത് ജനറേറ്റർ സൈഡിൽ ആ ഒരു റോട്ടർ സൈഡിലാണെങ്കിൽ മാത്രമേ അവിടെ നടക്കുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റോട്ടർ സൈഡിൽ കൊടുക്കുന്നത്. ശരിക്കും അത് ലെസ് എഫിഷ്യന്റ് ആണ് അല്ലെ? റോട്ടർ സൈഡിൽ കൊടുക്കുന്നത് ലെസ് എഫിഷ്യന്റ് മാത്രമല്ല, അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാം, ബ്രഷ് കോണ്ടാക്ട് ഡ്രോപ്പ് അവിടെ വരുന്നുണ്ട്. പിന്നെ ബ്രഷ് ഈ ഫുൾ കറണ്ട് അതിലൂടെ, അതായത് ലോഡ് കൊടുക്കുന്ന ഫുൾ കറണ്ട് അതിലൂടെ കടന്നു പോകുന്ന ഏതായിരിക്കും? ബ്രഷ് വഴിയായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. അപ്പൊ അതൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലോസസും കാര്യങ്ങളും ഉള്ളതാണ്. അപ്പൊ എന്നാലും നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കമ്മ്യൂട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ആർമേച്ചർ നമ്മള് സാധാരണയായിട്ട് റോട്ടർ സൈഡിൽ കൊടുക്കാറില്ല കേട്ടോ. അത് AC-യിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, അവിടെ നമ്മൾ കൂടുതലായിട്ടും നമുക്ക് എന്ത് ചെയ്യാണ്, നേരെ തിരിച്ചാണ് കൊടുക്കുന്നുണ്ടാവുക. AC മെഷീൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അതൊന്നും കൂടി നോക്കിയിട്ട് പറയാം, രണ്ടിലും തമ്മിലുള്ള ഡിഫറൻസ് പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. The armature of a DC machine having 10 poles and rotating at a speed of 10 revolutions per second, the number of hysteresis loop formed per second is. ഒരു ജസ്റ്റ് ഒരു പ്രോബ്ലം ആണ്, നിങ്ങൾ അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. 10 പോൾ ഉണ്ട്, അതേപോലെ തന്നെ 10 റെവല്യൂഷൻസ് പെർ സെക്കൻഡ് ആണ് കേട്ടോ. RPS ആണ്, റെവല്യൂഷൻ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഈ RPS യൂണിറ്റ് വന്നാല് തെറ്റിപ്പോയെന്ന് കരുതരുത്. ശരിക്കും നമ്മുടെ SI സിസ്റ്റം പ്രകാരം RPS ആണ്, റെവല്യൂഷൻ പെർ സെക്കൻഡ് ആണ് വേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് സെക്കൻഡിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹിസ്റ്ററിസ് ലൂപ്പ് ഫോംഡ് പെർ സെക്കൻഡ് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ബുദ്ധിമുട്ടില്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഹിസ്റ്ററി ലൂപ്പിന്റെ കാര്യത്തിൽ പഠിക്കും. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് പോള് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു RPS, അല്ലെങ്കിൽ റെവല്യൂഷൻ പെർ സെക്കൻഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചെയ്യേണ്ടത് കേട്ടോ. അത് N എന്ന് നമ്മൾ സ്മാൾ ലെറ്റർ N ആയിട്ടാണ് അതിനെ വിളിക്കുക. ക്യാപിറ്റൽ ലെറ്റർ N എടുക്കരുത്. ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറയുന്നത് RPM ആണ്. ഇവിടെ RPS ആണ് നമ്മൾ യൂസ് ചെയ്യുക, കാരണം നമുക്ക് അത് സെക്കൻഡിലാവുന്നതുകൊണ്ട്. അപ്പൊ പോളിന്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. 10/2 5 അല്ലെ? എന്തുകൊണ്ട് 10/2 എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോള് നമുക്കറിയാം മോണോപോൾസ് ആയിട്ട് എടുക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കും, അതായത് നോർത്ത് സൗത്ത് ആയിരിക്കും പറയും അല്ലെ? അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് 10/2 ആയിട്ട് എടുക്കുന്നത്. ദെൻ ഇൻറ്റു RPS എന്ന് പറയുന്നത് 10 ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? 5 × 10 50 ആയിരിക്കും അവിടെ കിട്ടുന്നത് കേട്ടോ. ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. P/2 ഇൻറ്റു N, സ്മാൾ ലെറ്റർ N ഇൻ RPS കേട്ടോ, RPS. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫ്രെയിം ഇൻ എ DC generator? It provides high reluctance path for flux. It carries the magnetic flux produced by the poles in the DC generator. It acts as a protective cover for the whole machine. It provides mechanical support for the poles in the DC generator. ഓപ്ഷൻ A ആണ് അല്ലെ? എന്താ പറഞ്ഞിട്ടുള്ളത്? നോട്ട് എ ഫംഗ്ഷൻ കേട്ടോ, നോട്ട് എ ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നോട്ടൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കേട്ടോ. നമുക്കത് നെഗറ്റീവ് മാർക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ചാൻസ് ആണ് നോട്ട് എക്സെപ്റ്റ് എന്ന് പറഞ്ഞ വേർഡുകളൊക്കെ കേട്ടോ. ഇറ്റ് പ്രൊവൈഡ് ഹൈ റിലക്റ്റൻസ് പാത്ത് ഫോർ ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഹൈ റിലക്റ്റൻസ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ആവരുത്, ലോ റിലക്റ്റൻസ് പാത്ത് ആണ് അല്ലെ? കാരണം ഫീൽഡ് അറ്റാച്ച് ചെയ്യുന്നത് എവിടേക്കാണ്? നമ്മൾ നേരെ യോക്കിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് പ്രൊവൈഡ് ലോ റിലക്റ്റൻസ് പാത്ത് ആണ് വേണ്ടത്. പിന്നുള്ളത് ഇറ്റ് ക്യാരീസ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫോഴ്സ് ഇൻ DC ജനറേറ്റർ, ക്യാരി ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്റ്റീവ് കവർ ഫോർ ദ ഹോൾ മെഷീൻ. പ്രൊട്ടക്റ്റീവ് കവർ ആയിട്ട് യൂസ് ചെയ്യുന്നത് യോക്ക് തന്നെയാണ്. മെക്കാനിക്കൽ സപ്പോർട്ട് നൽകുന്നതും യോക്കാണ് അല്ലെ? അതുകൊണ്ട് ഓപ്ഷൻ A ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് DC motor can run on 0 speed regulation even at loaded condition? ഷണ്ട് മോട്ടോർ, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോർ, സീരീസ് മോട്ടോർ ആൻഡ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടോർ. എന്താ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലേ? സീറോ സ്പീഡ് റെഗുലേഷൻ ഈവൻ അറ്റ് ലോഡഡ് കണ്ടീഷൻ. ലോഡഡ് കണ്ടീഷന് 0 സ്പീഡ് റെഗുലേഷൻ കാണിക്കുന്ന ഏത് മോട്ടോർ ആയിരിക്കും ഇതിനകത്ത്?
ഇതാണ് നമ്മളെ ആർമേച്ചർ കറന്റും സ്പീഡും തമ്മിലുള്ള ഒരു കർവ്. നമ്മൾ ഈ ഇത് പഠിച്ചതായിരുന്നു അല്ലെ. ഇത് പഠിച്ചപ്പോൾ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് സ്പീഡിന്റെ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞപ്പോ ഇതാണ് നമ്മൾ ശരിക്കും ഒരു സ്പീഡ്, ആക്ച്വൽ സ്പീഡ് എന്ന് പറയുന്നത് ഇതാണെന്ന് പറഞ്ഞു. ഷണ്ടാണെങ്കിൽ ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ചേഞ്ചസ് വരുന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറൻസ് ആണെങ്കിൽ കൂടാ ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ ശരിക്കും ഒരു സീറോ സ്പീഡ് റെഗുലേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഏത് മാത്രമേ പറ്റുള്ളൂ, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറിന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഷണ്ടും ഡിഫറൻഷ്യലും വന്നു കഴിഞ്ഞാൽ മോട്ടറിന്റെ സൈഡിൽ എപ്പോഴും ആ ഒരു ഷണ്ടിനേക്കാൾ പ്രാധാന്യം ഡിഫറൻഷ്യലിനാണ് ഉണ്ടാവുക. ഇത് നേരെ തിരിച്ച് നിങ്ങൾ ജനറേറ്ററിലേക്ക് വരുമ്പോഴേ, ജനറേറ്റർ ആകുമ്പോൾ ഷണ്ടും കോമ്പൗണ്ടിൽ നമ്മൾ ഫ്ലാറ്റ് കോമ്പൗണ്ട് ഒക്കെ പറഞ്ഞു അല്ലെ. അങ്ങനെ വരുമ്പോൾ അവിടെയും കുറച്ച് ഇത് കൂടുതൽ കോമ്പൗണ്ടിന് ഉണ്ടാവും കേട്ടോ, ഷണ്ടിനേക്കാൾ കുറച്ച് കൂടുതൽ. എപ്പോഴും നമ്മൾ കോമ്പൗണ്ട് ഷണ്ടിൽ പറയും വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെന്ന് പറയും, പക്ഷെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്, സ്ലൈറ്റ് വേരിയേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് ഷണ്ടിന്റെ കേസിൽ സ്പീഡിന്റെ കാര്യത്തിലും ഒരു സ്ലൈറ്റ് വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ക്ലാസ്സുകൾ പറഞ്ഞപ്പോഴും പറഞ്ഞാണ് അല്ലെ, എങ്ങനെ ചെറിയൊരു വ്യത്യാസം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും അവിടെ വരുന്നുണ്ടാവും അല്ലെ. പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, ഡിഫറൻഷ്യലിന്റെ കാര്യത്തിൽ പറയേണ്ട. അപ്പൊ നമുക്ക് സീറോ സ്പീഡ് റെഗുലേഷൻ എപ്പോഴും പറയാൻ വേണ്ടി പറ്റുന്നത് ഏതിന്റെ കേസിലായിരിക്കും, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറിന്റെ കേസിൽ മാത്രമായിരിക്കും കേട്ടോ. അപ്പൊ ഷണ്ടും ഡിഫറൻഷ്യലും വരുമ്പോൾ എപ്പോഴും നിങ്ങളതൊന്ന് നോക്കി വെക്കുക ഈ കർവിന്റെ കാര്യത്തിൽ കേട്ടോ. അതായത് നമ്മൾ സാധാരണ ഇത് പറയുന്ന സമയത്ത് അതിലുണ്ടാവുന്ന ഡിഫറൻസ് ഒന്ന് നോക്കി വെക്കുക. ക്യുമുലേറ്റീവിനെ നമ്മൾ ഇതിനകത്ത് നോക്കേണ്ട ആവശ്യമില്ല, ക്യുമുലേറ്റീവ് നമുക്ക് ഒരു പ്രശ്നമുള്ള സാധനമല്ല. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് പ്രിവെന്റ് എ സെൽഫ് എക്സൈറ്റഡ് DC generator from building up its rated EMF? No residual EMF, wrong direction of rotation, and rated speed, open field winding. Option C, rated speed. Okay. Which of the following will not prevent self-excited DC generator from the building of its rated EMF എന്നാണ് ചോദിച്ചുള്ളത് അല്ലെ. ഇപ്പൊ എന്താ ചോദ്യത്തിന് ഇതായല്ലോ അല്ലെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ നോട്ട് പ്രിവെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് പ്രിവെന്റ് ചെയ്യില്ല എന്നുള്ളതാണ് അല്ലെ. അതായത് വിൽ നോട്ട് പ്രിവെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെൽഫ് എക്സൈറ്റഡ് DC generator ഫ്രം ബിൽഡിംഗ് അപ്പ് ഇറ്റ്സ് റേറ്റഡ് EMF എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് വിൽ നോട്ട് പ്രിവെന്റ് ആണ്. അപ്പൊ വിൽ നോട്ട് പ്രിവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫ് എക്സൈറ്റഡ് DC ജനറേറ്ററിന്റെ കേസിൽ പ്രിവെന്റ് ചെയ്യാത്തത് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ റോങ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, പ്രിവെന്റ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് സാധാരണ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇതാവുന്ന സമയത്ത് രണ്ടാമത്തെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഓൾറെഡി അല്ലെ, നേരെ തിരിച്ചാണ് എന്ത് ചെയ്യുക അതിന്റെ റൊട്ടേഷൻ വരുന്നുണ്ടാവുക. വിൽ നോട്ട് പ്രിവെന്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം, പ്രിവെന്റ് ചെയ്യാത്തത് ഏതാണ് എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പോൾ നോ റെസിജ്വൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് എക്സൈറ്റഡ് DC എന്ന കേസിൽ ബിൽഡിംഗ് അപ്പിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് പ്രിവെന്റ് ചെയ്യുന്ന കേസാണ് അല്ലെ, നമുക്കത് പ്രിവെന്റ് ചെയ്യുന്ന പറയാം. പിന്നെ ഉള്ളത് റോങ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, പിന്നെ ഉള്ളത് റേറ്റഡ് സ്പീഡ് ആണ്, പിന്നെ ഉള്ളത് എന്താണ്, ഓപ്പൺ ഫീൽഡ് വൈൻഡിങ് ആണ് കേട്ടോ. ഇതിനകത്ത് കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് ആൻസർ എന്ന് പറയുന്നത് ഇതിൽ മാർക്ക് ചെയ്തതല്ല, റേറ്റഡ് സ്പീഡ് ആണ് വരുന്നുണ്ടാവും അല്ലെ. അതായത് നമുക്ക് സാധാരണ നോക്കുമ്പോൾ റെസിജ്വൽ മാഗ്നറ്റിസം ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യില്ല. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യും, പ്രിവെന്റ് ചെയ്യുന്ന മനസ്സിലാക്കാം. റെസിജ്വൽ മാഗ്നറ്റിസം ഇല്ലാന്നുണ്ടെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. റോങ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഓപ്പൺ ഫീൽഡ് വൈൻഡിങ് ആണെന്ന് ഈ റോങ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ കേസിൽ റെസിജ്വൽ മാഗ്നറ്റിസമായിട്ട് ഡിപ്പെൻഡ് ആയിട്ട് വരും കേട്ടോ. ഓപ്പൺ ഫീൽഡ് വൈൻഡിങ് ആണെങ്കിൽ എന്ത് ചെയ്യും, പ്രിവെന്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പ്രിവെന്റ് ചെയ്യാത്തത് റേറ്റഡ് സ്പീഡ് ആണെങ്കിൽ മാത്രം. പക്ഷേ റേറ്റഡ് സ്പീഡ് ആണെങ്കിൽ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കുറവായിരിക്കും. പക്ഷെ എന്ത് ചെയ്യില്ല, പൂർണ്ണമായിട്ട് ബിൽഡപ്പ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും അല്ലെ. നെക്സ്റ്റ്, in the line representing the critical resistance of a DC generator dash its OCC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. intersect runs parallel to and just touches none of the above. ഏതാ വരുന്നുണ്ടാവുക? Option C, just touches. ഓക്കെ, ഓപ്ഷൻ സി ആണ് കേട്ടോ, ജസ്റ്റ് ടച്ചസ് ആണ് വരിക. OCC നമ്മൾ വരയ്ക്കും ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് നമ്മൾ ആ ഒരു റെസിസ്റ്റൻസ് അല്ലെ, ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന OCC നമ്മൾ വരച്ചു കഴിഞ്ഞാൽ OCCക്ക് സാധാരണ ജസ്റ്റ് ടച്ച് ആയിട്ട് പോകുന്ന ആ ലൈനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ്. ഈ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ വോൾട്ടേജ് പ്രിവെന്റ് ചെയ്യും കേട്ടോ. ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ വോൾട്ടേജ് പ്രിവെന്റ് ചെയ്യുക, അതായത് വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യാതിരിക്കുക? ഈ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് അല്ലെ, അത് ഞാൻ പറയുമ്പോ ജസ്റ്റ് ഇതിനകത്ത് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് കൊടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞപ്പോ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്നുള്ള തന്നെ എടുത്തോ. എന്താ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഫീൽഡിന്റെ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക?
നിങ്ങൾ ഷണ്ട് എടുത്താൽ മതി. ഈ ഷണ്ടിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള റെസിസ്റ്റർ ഷണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ഷണ്ട് ജനറേറ്ററിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് വാല്യൂ ഞാൻ ഷണ്ടിൽ കൊടുത്തു. ഷണ്ട് ജനറേറ്ററിൽ ഷണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നുണ്ടാവുക? നമ്മൾ സാധാരണ റെസിസ്റ്റൻസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് സാധാരണ യൂസ് ചെയ്യുന്നേക്കാൾ ഒരു ഹൈ വാല്യൂ കൊടുക്കുകയാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുമോ? നമ്മൾ റെസിസ്റ്റൻസ് കൂടും തോറും അതിലൂടെയുള്ള കറണ്ട് ഫ്ലോക്ക് എന്താ സംഭവിക്കുക? കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യും? കുറയും. ഈ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് എന്താ ഉണ്ടാവുക? കുറയും. ഫ്ലക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇ എം എഫിന് എന്താ സംഭവിക്കുക? ഫ്ലക്സ് ഇ എം എഫ് കേട്ടോ. ഇ എം എഫ് ആണ് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. അറിയില്ല π/a എന്നല്ലേ. അപ്പൊ നമുക്ക് ഫ്ലക്സ് കുറയുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഇ എം എഫ് കുറയും. അപ്പൊ ഈ കറണ്ട്, ഈ റെസിസ്റ്റൻസ് ഒരു ഹൈ വാല്യൂക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് അതിലൂടെ 0 ആയി കഴിഞ്ഞാൽ ഫ്ലക്സ് 0 ആയി, ഇ എം എഫ് എന്തായി മാറി? 0 ആയി മാറിയില്ലേ? അപ്പൊ അതാണ് പറഞ്ഞത്, ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ, അതായത് ഈ ഫീൽഡ് റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് വരെ നമുക്ക് അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ റെസിസ്റ്ററിൽ കൂടുതലാവുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യില്ല. അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. പേര് പറയാനുള്ള കാരണം അതാണ്. ആ റെസിസ്റ്റൻസ് വരെ നമുക്ക് എന്ത് ചെയ്യും? ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അതിന് മേലേക്ക് റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഇ എം എഫ് എന്ത് ചെയ്യില്ല? ഇൻഡ്യൂസ് ചെയ്യില്ല. അതാണ് നമ്മൾ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസ് ആയിട്ട് പറയുന്നത്. ഇതേപോലെ തന്നെ ഒരു ടൈമാണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്ന ടൈം കേട്ടോ. പക്ഷെ അവിടെ നേരെ തിരിച്ചാ വരാന്നുള്ളൂ. ക്രിട്ടിക്കൽ സ്പീഡിന്റെ കേസിൽ എന്തായിരിക്കും? സ്പീഡ് കൂടുതലായി കഴിഞ്ഞാൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല അല്ലെ, കാരണം അത് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. പക്ഷെ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ പോയിന്റിന് താഴെ സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യില്ല? ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യില്ല. ആ പർട്ടിക്കുലർ പോയിന്റിനെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 2 പോയിന്റ് അവിടെ ഉണ്ട്, ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസും ക്രിട്ടിക്കൽ സ്പീഡും. ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, എത്ര വരെ നമുക്ക് വോൾട്ടേജ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ വാല്യൂ ആയിട്ട് പറയുന്നത് കേട്ടോ. അത് ഫീൽഡിന്റെ റെസിസ്റ്റൻസും അതേപോലെ തന്നെ പ്രൈം മൂവറിന്റെ സ്പീഡുമാണ് പറയുന്നുണ്ടാവുക. അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കർവിൽ വരയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്ന ലൈനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? OCS എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. ഓപ്പൺ സർക്യൂട്ട്, അതായത് ലോഡ് കൊടുക്കാത്ത സമയത്ത് ഉണ്ടാവുന്ന ക്യാര നമ്മൾ വരയ്ക്കുന്നുണ്ട്. അതാണ് നമ്മൾ OCS പറയുന്നത്. അപ്പൊ അതിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ടാണ് ഈ ക്രിട്ടിക്കൽ ഫീൽഡ് റെസിസ്റ്റൻസിന്റെ ലൈന് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്റെ പേര്. താങ്ക് യു. ഗുഡ് നൈറ്റ്.